ഇപ്പൊ 5000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് അവർ ചെയ്യില്ല. പക്ഷേ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് 2 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഉപകാരമില്ലാത്ത 2 തരം ക്ലയൻസ് ഉണ്ട്. എപ്പോഴും ഡിസ്കൗണ്ട് ചോദിക്കുന്നവർ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതാണ് പ്രശ്നം. അവര് വാല്യൂ ബേസ്ഡ് സെല്ലിങ്ങിന്റെ ക്ലയൻസ് അല്ല. ഇനി രണ്ടാമത്തെ കൂട്ടരുണ്ട്, പണം ഉണ്ടെങ്കിലും ബിസിനസ്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഹെൽത്തിനോ ഒന്നും വേണ്ടിയിട്ട് അവർ പൈസ ചെലവാക്കൂല. ഇപ്പൊ 5000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് അവർ ചെയ്യില്ല. പക്ഷേ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് 2 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യൂല, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യൂല. പക്ഷെ കോടികൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ചെലവാക്കൂല. പക്ഷെ ആ ലേണിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ ആ 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് ആ കമ്പനി പൂട്ടിക്കെട്ടുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നമല്ല. അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കുന്ന, ക്വാളിറ്റീസ് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്ലയൻസ്.